നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയ്ക്കും ഭരണപരാജയത്തിനുമെതിരെ പ്രതിപക്ഷം നാളുകളായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് 2025 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. ധനകാര്യ മാനേജ്മെൻറ്റിലെ വീഴ്ചയും നികുതി പിരിവിലെ അനാസ്ഥയും സംസ്ഥാനത്തെ എപ്രകാരം ഒരു വൻ കടക്കണിയിലേക്ക് തള്ളിയിട്ടു എന്ന് കണക്കുകൾ നിരത്തി CAG വ്യക്തമാക്കുമ്പോൾ അത് പിണറായി സർക്കാരിൻ്റെ ഭരണപരാജയത്തിനുള്ള കുറ്റപത്രമായി മാറുന്നു. സംസ്ഥാനത്തിന്റെ പൊതുകടം സംബന്ധിച്ച നിയമങ്ങളെ കാറ്റിൽ പറത്തി കിഫ്ബി വഴി നടത്തുന്ന വായ്പയെടുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് CAG വീണ്ടും അടിവരയിടുന്നു. ബജറ്റിൽ ഉൾപ്പെടുത്താതെ നടത്തുന്ന ഇത്തരം കടമെടുപ്പുകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറുമെന്നും ഭാവി തലമുറയെ ഇത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിയിടുമെന്നുമുള്ള UDF വാദം ശരിയാണെന്ന് ഇതോടെ തെളിയുകയാണ്. നിയമസഭയുടെ അനുമതിയില്ലാതെ കടമെടുക്കുന്നത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കണം എന്നുള്ളതാണ്. എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം ഈ സർക്കാരിന്റെ ദുർഭരണത്തെക്കുറിച്ച് നിങ്ങളോട് വിശദമായി പ്രതിപാദിച്ചു കാണാം. നമുക്കറിയാം, അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും, ഒരു സംശയം വേണ്ട. പക്ഷേ പോകുമ്പോൾ കേരളത്തിന്റെ തലയിൽ, മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടെല്ല് സമ്പദ് വ്യവസ്ഥയാണ്. കേരളത്തിന്റെ ആ നട്ടെല്ല് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഇവര് പോകുന്നത്. നമ്മൾ അറിയണം, ഈ സർക്കാരിന്റെ ഈ സാമ്പത്തികമായി സർക്കാർ ഉണ്ടാക്കിയ ദുരന്തം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അത് മാറുകയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചെലവ് എത്രയാണ്? ആരുടെയെങ്കിലും വരുമാനം വർദ്ധിച്ചോ? ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. എവിടെയെല്ലാം ഇവർ പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാം ഇവർ കേരളത്തെ തകർത്തോ അവിടെയെല്ലാം നമുക്ക് കേരളത്തെ പുനർജനിപ്പിക്കണം. ഈ സമ്പദ്ഘടന, തകർന്നിരിക്കുന്ന ഈ സമ്പദ്ഘടന UDF അതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നടപടികൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് UDF സർക്കാർ ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കും. ഒരു സർക്കാരിന്റെ ജോലി ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ആദ്യത്തെ ജോലി. എന്നിട്ട് വേണം സംസാരിക്കാൻ. ഖജനാവ് നിറച്ചാൽ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഇടത്തരക്കാരനെയും ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി കേരളത്തിന്റെ മുഖച്ഛായ നമുക്ക് മാറ്റണം. അതിന് കഴിയും നമുക്ക്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നവലിബറൽ നയങ്ങൾക്കും ജനദ്രോഹപരമായ സാമ്പത്തിക സമീപനങ്ങൾക്കുമെതിരെ ബദലുയർത്തുമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇന്ന് അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്.
വൻകിടക്കാരിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും പിടിച്ചെടുക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ നികുതി കുടിശ്ശിക നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഇന്ധന സെസ്സും മറ്റു നികുതികളും അടിച്ചേൽപ്പിച്ച് സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റ് കയ്യിൽ വന്നിരിക്കുന്ന, അതായത് അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കയ്യിൽ വരുന്ന റവന്യൂ, ആ റവന്യൂവിനെ തോന്നിയതുപോലെ ചെലവഴിക്കുക, വക മാറ്റി ചെലവഴിക്കുക, റവന്യൂ മൊബിലൈസേഷൻ, അതായത് റവന്യൂ സമാഹരണം ശരിയല്ലാത്ത രീതിയിൽ സമാഹരിക്കുക, കുടിശ്ശിക വരുത്തുക, ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇടതുപക്ഷം അവകാശപ്പെടുന്ന വർഗരാഷ്ട്രീയത്തിന് നിരക്കാത്ത കുടിശ്ശിക നയമാണിത്. ഇടതു ഭരണകൂടം അതിന്റെ വിഭവ സമാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് സമ്പന്നരെയും വൻകിട ബിസിനസ്സുകാരെയുമാണ്. എന്നാൽ കേരളത്തിന്റെ സ്ഥിതി പക്ഷേ മറിച്ചാണ്. CAG റിപ്പോർട്ടുകൾ പ്രകാരം 10,000 കോടി രൂപയാണ് നികുതി കുടിശ്ശികയായി ഖജനാവിലേക്ക് എത്താനുള്ളത്. വൻകിട കരാറുകാരും വൻകിട വ്യാപാരികളും കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചും ഉദ്യോഗസ്ഥ അഴിമതിയിലൂടെയും അനാസ്ഥയിലൂടെയും ഈ തുക നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു. ശക്തമായ ഇച്ഛാശക്തിയോടെ നികുതി തുക പിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ വിടവ് നികത്താൻ പാവപ്പെട്ടവന്റെ അടുക്കളയിൽ കൈയിടുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായി ഇടതുപക്ഷ സാമ്പത്തിക തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഇന്ധനത്തിന്മേൽ ഏർപ്പെടുത്തിയ സെസ് കേവലം ഒരു നികുതി വർധനമല്ല, മറിച്ച് അത് വിപണിയിലെ സകല സാധനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്ന ഒന്നാണ്. ഇന്ധനവില കൂട്ടുമ്പോൾ സമരം ചെയ്യുന്ന ഇടതുപക്ഷം സംസ്ഥാനത്ത് സ്വന്തം നിലയ്ക്ക് സെസ് ഏർപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നികുതി പിരിവിലെ പരാജയം ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പിടിപ്പുകേടായി മാത്രം കാണാനാവില്ല, മറിച്ച് വൻകിട നിക്ഷിപ്ത താൽപ്പര്യക്കാരെ പിണക്കാൻ സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന രാഷ്ട്രീയ സൂചനയാണിതിന് പിന്നിൽ. നികുതി നൽകാത്ത വൻകിടക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മടിക്കുന്നവർ നികുതിയും പിഴയും അടയ്ക്കാൻ വൈകുന്ന സാധാരണക്കാരന്റെ വീട്ടുപടിക്കൽ ജപ്തി നോട്ടീസുമായി എത്തുന്നതിൽ വലിയ ആവേശമാണ് കാണിക്കുന്നത് എന്നും ഓർക്കണം. ഇടതുപക്ഷ ബദൽ എന്നത് സർക്കാരിന്റെ വാചക കസർത്തുകളിൽ ഒന്നു മാത്രമായി അവശേഷിക്കുന്നു. കേന്ദ്രത്തിന്റെ അവഗണനയെ പഴിചാരി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടതുപക്ഷ നയം ഇതോടെ വ്യക്തമായിരിക്കുന്നു. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഇരകളായി കേരളത്തിന്റെ സാധാരണക്കാരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ സെസ് ഭരണം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇത് അടുത്ത സർക്കാർ അടിയന്തരമായി പരിശോധിക്കേണ്ടതായുണ്ട്. ജനകീയ പക്ഷത്തുനിന്ന് ചിന്തിക്കാത്ത ഭരണകൂടത്തിന് പക്ഷേ ഇതൊന്നും ബാധകമല്ല. സാമ്പത്തിക പരിഷ്കരണം സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതും സമ്പത്തിന്റെ വികേന്ദ്രീകരണം നടപ്പിലാകുന്നതും ആയിരിക്കണം. വൻകിട മുതലാളിമാരിൽ നിന്ന് നികുതി പിടിച്ചെടുക്കാൻ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും അതിലൂടെ ലഭിക്കുന്ന തുക സാധാരണക്കാരന് ആശ്വാസം നൽകാൻ ഉപയോഗിക്കുകയും വേണം. CAG റിപ്പോർട്ട് അനുസരിച്ച് ഉള്ള കുടിശ്ശിക നമുക്കൊന്ന് നോക്കാം. ആ കുടിശ്ശിക 28,398 കോടിയാണ് CAG റിപ്പോർട്ട് അനുസരിച്ച് തന്നെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത്. സംസ്ഥാനം കടമെടുക്കുന്ന തുകയുടെ സിംഹഭാഗവും വികസന പ്രവർത്തനങ്ങൾക്കല്ല, മറിച്ച് ദിവസേനയുള്ള ചെലവുകൾക്കും പഴയ കടങ്ങളുടെ പലിശ അടയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. വിത്തെടുത്തുണ്ണുന്ന ഈ സാമ്പത്തിക നയം സംസ്ഥാനത്തെ പാപ്പരത്വത്തിലേക്ക് നയിക്കുകയാണ്. മൂലധന നിക്ഷേപത്തിന് പണം കണ്ടെത്താനാവാത്തത് സംസ്ഥാനത്തിൻ്റെ വികസന മുരടിപ്പിന് കാരണമാകുന്നു. സംസ്ഥാനത്തിന് കടം പെരുകുന്നു.
സാമ്പത്തിക അടിത്തറ തകരുന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ CAG റിപ്പോർട്ടുകൾ ആശങ്കാജനകം തന്നെ. ഒരു ഇടതുപക്ഷ സർക്കാർ പിന്തുടരേണ്ട ശാസ്ത്രീയവും ജനകീയവുമായ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് കേവലം കടമെടുപ്പ് തന്ത്രങ്ങളിലൂടെ മാത്രം മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തെ വലിയ ദുരിത കയത്തിലേക്കാണ് നയിക്കുന്നത്. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി കുറയ്ക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ധന ഉത്തരവാദിത്ത നിയമം പാലിക്കുന്നതിൽ സർക്കാർ വരുത്തിയ വീഴ്ച ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി പണമില്ലാത്തതും എന്നാൽ നിത്യനിദാന ചെലവുകൾക്കായി കടമെടുപ്പ് തുടരുന്നതുമായ സാഹചര്യം ഒരു സർക്കാരിനും ചേരുന്നതല്ല. പുരോഗമനപരമായ സാമ്പത്തിക നയം എപ്പോഴും ഊന്നൽ നൽകേണ്ടത് ഉൽപാദനക്ഷമമായ മേഖലകളിലെ മൂലധന നിക്ഷേപത്തിനാണ്. എന്നാൽ കേരളം എന്നെടുക്കുന്ന കടത്തിന്റെ സിംഹഭാഗവും പഴയ കടങ്ങളുടെ പലിശ വീട്ടുന്നതിനും ശമ്പളം, പെൻഷൻ തുടങ്ങിയ റവന്യൂ ചെലവുകൾക്കുമാണ് വിനിയോഗിക്കുന്നത്. കടമെടുത്തുണ്ടുന്ന ഈ രീതി സാമ്പത്തികമായി ആത്മഹത്യാപരമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അത് ടേബിൾ ചെയ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന CAG റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകൾ നമുക്ക് CAG റിപ്പോർട്ടിലായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കേരളത്തിന്റെ മൊത്ത കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ CAG റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കടം 4,49,611 കോടി രൂപയായി വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും 2024-25 വർഷമായപ്പോഴേക്കും. ഇത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 36% വരും. കഴിഞ്ഞ കൊല്ലം, അതായത് മുൻ വർഷം 2023-24 35.62% ആയിരുന്ന ഇടത്തു നിന്നാണ് ഈ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 36% വർദ്ധിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കണക്ക് നോക്കാം. ധനക്കമ്മിയിലേക്ക് നമുക്ക് നോക്കാം. ധനക്കമ്മി കഴിഞ്ഞ കൊല്ലം, അതായത് 24-25 വർഷത്തിലെ ധനക്കമ്മി 48,248 കോടി രൂപയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് 34,258 കോടിയായിരുന്നു 2023-24. അവിടെ നിന്നാണ് 48,000 കോടിയിലേക്ക് വർദ്ധിച്ചെത്തിയിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 3.86% വരും. നമുക്കറിയാം, FRBM ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾ അവരുടെ കടം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% നിയന്ത്രിച്ചു നിർത്തണം എന്ന് നിലവിൽ നിയമമുള്ളപ്പോഴാണ് നമ്മുടെ 24-25 CAG റിപ്പോർട്ട് പറയുന്നത് ഇത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.86% വർദ്ധിച്ചു എന്നുള്ളത്. ഇനി മൊത്തത്തിലുള്ള റവന്യൂ കമ്മി നമുക്ക് നോക്കാം. റവന്യൂ കമ്മിയില് ഇത് ഏകദേശം 31,059 കോടി രൂപയാണ് 24-25 റവന്യൂ കമ്മി. അതായത് 23-24 വർഷത്തിൽ 18,000 കോടി ഉണ്ടായിരുന്നതാണ് നമ്മൾ ഈ കാണുന്ന 31,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. അതും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 2.49% വരും. 23-24 1.60% ആയിരുന്നതാണ് അവിടെ നിന്ന് വർദ്ധിച്ച് 2.49% വർദ്ധിച്ചതായി കാണുന്നത്. സാമ്പത്തിക മാനേജ്മെന്റാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. പുതിയ ആസ്തികൾ സൃഷ്ടിക്കപ്പെടാത്തതും കാർഷിക വ്യവസായ മേഖലകളിൽ ഉണർവ് ഉണ്ടാക്കാൻ കഴിയാത്തതും വരും തലമുറയെ കടക്കെണിയിലാക്കും. കടമെടുത്തുണ്ടാക്കുന്ന പണം പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷി സംസ്ഥാനം കൈവരിക്കുമായിരുന്നു. ഇതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ധന ഉത്തരവാദിത്ത നിയമം പാലിക്കുന്നതിൽ വരുത്തിയ വീഴ്ച കേവലം സാങ്കേതികമായ ഒന്നല്ല, അതൊരു അനാസ്ഥയാണ്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ക്രിയാത്മകമായ വഴികൾ ഒന്നും തന്നെ സർക്കാർ നൽകുന്നില്ല. പകരം കേന്ദ്ര വിഹിതത്തെയും കടമെടുപ്പിനെയും മാത്രം ആശ്രയിക്കുന്നത് ഒരു വിഭവ സമാഹരണ സംസ്ഥാനത്തിന് താങ്ങാനാവില്ല. ഒന്നാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ്.
ആ റിപ്പോർട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് സംസ്ഥാന ഗവൺമെന്റ് എത്ര അധികം ഫിസിക്കൽ ക്രൈസിസിലാണ്, ധനകാര്യ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. ധനകാര്യ പ്രതിസന്ധിയിലാണ് എന്ന് മാത്രവുമല്ല, ആ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന കെടുകാര്യസ്ഥത അതാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നവലിബറൽ നയങ്ങൾക്കെതിരെ ഒരു ബദലുയർത്തുക എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനം. എന്നാൽ കടമെടുപ്പിന്റെ കാര്യത്തിലും വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിലും വലതുപക്ഷ സർക്കാരുകൾ പിന്തുടരുന്ന അതേ പാതയിലാണ് കേരളവും സഞ്ചരിക്കുന്നത്. നമ്മൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ആക്ട് പാസ്സാക്കി. അതനുസരിച്ച് പറയുന്നത് റവന്യൂ കമ്മി 2024-25 പൂർണ്ണമായും ഇല്ലാതാക്കും എന്നു മാത്രമല്ല, റവന്യൂ മിച്ചമുണ്ടാക്കും. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 1.7% റവന്യൂ മിച്ചം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ റവന്യൂ കമ്മി 2.49% വർദ്ധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധനക്കമ്മിയിൽ നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് കുറഞ്ഞത് 3.5% നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയണം. അവിടെ നിന്നാണ് നമ്മുടെ ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം 3.86% വർദ്ധിച്ചതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ മൊത്തം ബാധ്യത, മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 32% നിയന്ത്രിച്ചു നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ നമ്മളിന്ന് 36% വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. വികസന മുരടിപ്പ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കെ കേരള മോഡൽ എന്ന ഖ്യാതി നിലനിർത്താൻ ഇത്തരം സാമ്പത്തിക പരീക്ഷണങ്ങൾ മതിയാവില്ല. അനാവശ്യമായ ആഡംബര ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും റവന്യൂ കുടിശ്ശിക പിടിച്ചെടുക്കാനും കടമെടുക്കുന്ന പണം ഉൽപാദന മേഖലകളിൽ നിക്ഷേപിക്കാനും സർക്കാർ തയ്യാറാകണം. സാമ്പത്തിക റിപ്പോർട്ടിലെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് കേരളത്തെ പാപ്പരത്വത്തിലേക്കും ജനങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും നയിക്കും. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടെയുള്ള തിരുത്തൽ നടപടികളാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കടമെടുക്കാറുണ്ട്. അപ്പോ മൊത്തം ചെലവിന്റെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ റെസീപ്റ്റ്, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ ഏകദേശം 78% പോകുന്നത് ശമ്പളത്തിനും പെൻഷനും പലിശയുടെ തിരിച്ചടവിനും ഒക്കെയാണെന്ന് നമുക്കറിയാം. ശരി, ഇത്തരത്തിൽ നമ്മൾ കടം വാങ്ങിക്കുന്ന പൈസ, നമ്മുടെ വരുമാനത്തിന്റെ അകത്ത് നമ്മൾ കടം വാങ്ങിക്കുന്ന പൈസ ഉണ്ടല്ലോ, ഈ കടം വാങ്ങിക്കുന്ന പൈസ നമ്മുടെ വികസന ചെലവുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൂലധന ചെലവുകൾക്ക് വേണ്ടിയാണോ ചെലവഴിക്കുന്നത് നോക്കാം. ഈ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന പൈസയുടെ നമ്മുടെ മൊത്തം റവന്യൂ വരുമാനം എന്നുള്ളത് റവന്യൂ റെസീപ്റ്റ് എന്നുള്ളത് അതിന്റെ 90% നമ്മൾ റവന്യൂ റെസീപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ വരുമാനത്തിന്റെ 90% നമ്മൾ മൊത്തം എടുത്ത കടം തിരിച്ചടയ്ക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ട് പറയുന്നത്. അതായത് വെറും 10% താഴെ മാത്രമാണ് നമ്മൾ മൂലധന ചിലവുകൾക്കായിട്ട് വിനിയോഗിക്കുന്നത്. അപ്പോ നമ്മുടെ നമ്മുടെ വരുമാനം, നമ്മുടെ പൈസ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മുടെ എടുക്കുന്ന പൈസ, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 90% ഈ പറയുന്ന പലിശയുടെ കടം എടുത്ത പൈസയുടെ തിരിച്ചടവിന് വേണ്ടി നമ്മുടെ സംസ്ഥാനം ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കഴിഞ്ഞ കൊല്ലം 24-25 കൊല്ലത്തിൽ നമ്മൾ ഏകദേശം 29,258 കോടി രൂപയാണ് പലിശയായിട്ട് നമ്മൾ അടച്ചു തീർത്തത്. അപ്പൊ ഇത് ഏകദേശം മൊത്തം റവന്യൂ ചെലവിന്റെ 18-19% വരും. നമ്മുടെ ചെലവിന്റെ 19% നമ്മൾ പലിശ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി നമുക്കറിയാം, ഈ RBIയുമായിട്ടുള്ളൊരു കരാർ അടിസ്ഥാനത്തില് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ബാങ്കിൽ ഏകദേശം 1.66 കോടി രൂപയെങ്കിലും ബാങ്ക് ബാലൻസ് ആയിട്ട്, സംസ്ഥാന സർക്കാരിന്റെ ബാങ്ക് ബാലൻസ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്.
അത്തരത്തിൽ നമുക്ക് അങ്ങനെ 1.66 കോടി രൂപയെങ്കിലും ദിവസവും എല്ലാ ദിവസവും, അപ്പൊ അത്തരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ സാധിക്കാതിരുന്നാൽ ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ഡ്രോയിങ്ങോ ഓവർ ഡ്രാഫ്റ്റോ വെയ്സ് ആൻഡ് മീൻസോ സൗകര്യങ്ങളോ ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത്തരത്തിൽ 2024-25 നമ്മൾ ഏകദേശം 262 തവണയാണ് നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. ഏകദേശം 90,163 കോടി രൂപ അത്തരത്തിൽ നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് സൗകര്യം പ്രയോജനപ്പെടുത്തി നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 84 തവണ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയുണ്ടായി. അപ്പോ ഈ റിപ്പോർട്ടിന്റെ മൊത്തം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ചില കണക്കുകളാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ധനപ്രതിസന്ധിയുടെ ഒരു പരിപ്രേക്ഷ്യമായിട്ട് നമുക്ക് റിപ്പോർട്ടിനെ കരുതാം എന്നുള്ളതാണ്. PRD വഴി പരസ്യം ചെയ്യുന്നതല്ലാതെ സാമ്പത്തികമായി സംസ്ഥാനം തകർന്നടിച്ചിരിക്കുകയാണെന്ന് CAG റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ധൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ല. ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കണക്കുകൾക്ക് വിരുദ്ധമാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം ഇറക്കാൻ പുതിയ സർക്കാർ തയ്യാറാകണം. जय हिंद।